അച്ഛാ, മേരി മെജോറെ ബസിലിക്കയിൽ അവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത്. അവിടെ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ ഇനിയിപ്പോൾ വിശ്വാസികളെ കടത്തി വിടുന്നുണ്ടോ, അത് പൂർണ്ണമായും അടച്ചിരിക്കുകയാണോ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? അതെ ഡിജോ, മജോർ ബസിലിക്കയിലേക്കുള്ള എൻട്രൻസ് ഇല്ല, അത് മൊത്തം ക്ലോസ്ഡ് ആണ്. ഇന്ന് പ്രത്യേകിച്ച് ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ലാസ്റ്റ് കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി മാത്രമേ അത് തുറക്കുകയുള്ളൂ. അതുകൊണ്ട് അവിടെ പൊതുജനങ്ങൾക്ക് ഇന്ന് ഒരിക്കലും കയറാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിന് ശേഷവും ഈ ചടങ്ങിന് ശേഷം അവിടെ ചെന്ന് ഫൈനൽ റൈറ്റ്സിന് ശേഷവും വേറെ പബ്ലിക്കിന് വേണ്ടി സെന്റ് മേരീസ് ബസിലിക്ക, മരിയ മജോർ ബസിലിക്ക തുറന്നിടുകയില്ല എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. നാളെ മാത്രമായിരിക്കും, നാളെ വെളുപ്പിനെ മുതല് പൊതുജനങ്ങൾക്ക് കാണുവാനും പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. പിന്നെ നാളെ ഔദ്യോഗികമായിട്ട് വത്തിക്കാനിൽ നിന്നുള്ള കാർഡിനൽസ് എല്ലാം നാളെ വൈകുന്നേരം 4 മണിക്ക് പ്രത്യേക ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയുടെ ഐക്കോണുള്ള ആ ചാപ്പലിൽ വെച്ച്, സെന്റ് പൗളിൻ ചാപ്പലിൽ വെച്ച് അവിടെ പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടാവും. അപ്പോഴെല്ലാ കാർഡിനൽസും വന്ന് അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി പരിശുദ്ധാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. പക്ഷെ ആസ് ഓഫ് നൗ ഇപ്പോൾ ബസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആണ്. നല്ല സെക്യൂരിറ്റിയോട് കൂടി അത് ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അവര് ഫൈനൽ ചടങ്ങുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ലിജോ, ഇപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാല്, ഈ വരുന്ന രാഷ്ട്ര നേതാക്കൾക്ക്, അവർക്കുള്ള അല്ലെങ്കിൽ മറ്റ് വിശ്വാസികൾക്ക് ഈ ഒരു മൃതസംസ്കാര ആ ഒരു വിലാപയാത്രയിൽ പങ്കെടുക്കാനുള്ള അനുവാദമോ അല്ലെങ്കിൽ ആ ദേവാലയത്തിന്റെ അടുത്തേക്ക് അങ്ങനെയുള്ള അവർക്കുണ്ടോ? രാഷ്ട്ര നേതാക്കൾക്കോ അല്ലെങ്കിൽ ഉയർന്ന വ്യക്തിത്വങ്ങൾക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ, പ്രത്യേക ഗസ്റ്റുകൾക്ക് അവർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കുമോ? അവർക്ക് പങ്കെടുക്കുവാൻ സാധിക്കില്ലെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവിടെ ഡിഗ്നിറ്ററീസിനും രാഷ്ട്ര തലവന്മാർക്കും ഒക്കെ പ്രത്യേകമായ വിഐപികൾക്കുള്ള പ്രത്യേകമായ സ്ഥലമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇവിടെയുള്ള സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങുകളിൽ അവർക്കെല്ലാം പങ്കെടുക്കുവാനുള്ള പ്രത്യേക സാഹചര്യവും സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന് ശേഷമുള്ള ഫൈനൽ കർമ്മം എന്ന് പറയുന്നത് അടക്കം ചെയ്യുന്ന കബറടക്കം സെന്റ് മേരീസ് ബസിലിക്കയിൽ, അവിടെ വത്തിക്കാനിൽ നിന്നുള്ള ഔദ്യോഗികമായ കാർഡിനൽസിനും വളരെ കുറച്ച് പേർക്കും മാത്രമേ, ഡിഗ്നിറ്ററീസിനും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ രാഷ്ട്രത്തലവന്മാരും ആരും അതിൽ പങ്കെടുക്കുകയില്ല എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഡിജോ, ഒരു മിനിറ്റ്, ഇപ്പോൾ ഞങ്ങള് ഇവിടെയുള്ള ഒത്തിരി വൈദികരുണ്ട്. എല്ലാം ഒത്തിരി ആളുകൾ വന്നിട്ടുള്ളത് നമുക്ക് ഒരു മിനിറ്റ് കാണാനായിട്ട് സാധിക്കും എന്റെ പുറകിലായിട്ട്. ഓക്കെ, എന്തായാലും ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വത്തിക്കാന്റെ ആ ഒരു അടുത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചുമെങ്കിലും അത് സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം സെക്യൂരിറ്റി അവിടെ നിന്ന് അവർ കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് മൊബൈൽ ദൃശ്യങ്ങൾക്ക് പോലും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ജോജിച്ചൻ നേരത്തെ വന്നപ്പോൾ തന്നെ കൂടെ കുറച്ച് മലയാളി വൈദികര്, എനിക്ക് ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട വൈദികര് ഉണ്ടായിരുന്നു. അവരുടെ അനുഭവം വയ്ക്കുവാൻ തന്നെ വരും. കുറച്ച് വിശ്വാസികളെ നമുക്ക് അവിടെ നിന്ന് കിട്ടാനുമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മന്ത്രി ജോർജ് കുര്യൻ അവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കള് കുറച്ചുപേരൊക്കെ നമ്മളോടൊപ്പം ഇന്നലെ ചേർന്നിരുന്നു. മെത്രാന്മാര്, ആലഞ്ചേരി പിതാവും ക്ലീമിസ് പിതാവും എല്ലാം നമ്മളോടൊപ്പം ഇന്നലെ തത്സമയം ജോജിച്ചനിലോട് തന്നെ ചേർന്നിരുന്നു. എന്തായാലും വത്തിക്കാനിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. വിശ്വാസികൾ മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. വൈദികർ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ മാത്രമാണ്, പക്ഷെ അത് ആ സമയമാകുമ്പോൾ തന്നെ വൈദികരാൽ നിറയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും.